ഇത് നമ്മൾ കഞ്ഞിയുടെ വെള്ളത്തിൽ കുമ്പളത്തിൻ്റെ ഇലയാണ് വെക്കുന്നത്. കഴുകി വെച്ച എണ്ണയാണ്. നമ്മൾ കഞ്ഞിയുടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പച്ചമുളകും ഉള്ളിയും കൂടി ചതച്ചതാണ് ഇതിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പച്ചമുളകും ഉള്ളിയൊക്കെ ഒന്ന് വേവട്ടെ. നമുക്ക് ഈ ഇല റെഡിയാക്കി എടുക്കണം. ഇതിപ്പോൾ നമ്മൾ കഴുകി വെച്ചെണ്ണയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വാടിയാണ്. ഇനി നമ്മളിതിൻ്റെ ഞരമ്പൊന്നും എടുക്കില്ല, ഇങ്ങനെ ആക്കുകയുള്ളൂ. ഇതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള ഈ ഞരമ്പുകളൊന്നും എടുക്കില്ല. അങ്ങനെ എടുക്കുക ചെയ്യുള്ളൂ. ഈ ഭാഗമൊന്നും എടുക്കില്ല. എന്നിട്ട് നമ്മൾ ഇതാ ഇങ്ങനെ ആക്കുക ചെയ്യുള്ളൂ. ഇങ്ങനെ ഇതുപോലെ ആക്കുക ചെയ്യുക. നമ്മളിങ്ങനെ എടുക്കുക. നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് പിച്ചാം. ഇതങ്ങനെ നമുക്ക് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അപ്പം നമ്മൾ ഈ ഇല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കുക. ഇളക്കി കൊടുക്കുക. നല്ലോണം കുറുക്കുള്ള കഞ്ഞിയുടെ വെള്ളം എടുക്കരുത്, കുറച്ച് തെളിയാവണം. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കത് കട്ടയാവുകയുള്ളൂ. ഈ ഇല പെട്ടെന്ന് വേവും, ഒന്ന് വാടിയാൽ മതി. നമുക്കിത് ഓഫാക്കാം. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഇലക്കറി റെഡിയായി. ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.